Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. ഹലോ, നമ്മുടെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ IV ഗ്രാഫുമായി ബന്ധപ്പെട്ട വളരെ രസകരമായ ഒരു ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. കണ്ടാൽ ബുദ്ധിമുട്ടാണെന്ന് തോന്നുമെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാം. ചോദ്യം ഇതായിരുന്നു: നൽകിയിരിക്കുന്ന IV ഗ്രാഫ് പരിശോധിച്ച് R1, R2, R3 എന്നീ പ്രതിരോധങ്ങൾ തമ്മിലുള്ള ശരിയായ ബന്ധം കണ്ടെത്തുക. ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ: 3 പ്രതിരോധങ്ങളും തുല്യമാണെന്ന് പറയുന്നു. ഓപ്ഷൻ ബി: R1 ആണ് ഏറ്റവും വലുത്. ഓപ്ഷൻ സി: R3 ആണ് ഏറ്റവും വലുത് എന്ന് പറയുന്നു. ഓപ്ഷൻ ഡി: R2 ആണ് വലുത്. ഇതിൽ ഏതാണ് ശരി എന്ന് നമുക്ക് ഗ്രാഫിൽ നിന്നും കണ്ടെത്താം. ശരിയായ ഉത്തരം കണ്ടെത്താൻ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് അഥവാ ചെരിവ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്ക്രീനിലെ ഗ്രാഫ് നന്നായി ഒന്ന് ശ്രദ്ധിക്കൂ. Y ആക്സിസിൽ കറന്റും X ആക്സിസിൽ വോൾട്ടേജുമാണ് നൽകിയിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാവുന്ന ഓം നിയമപ്രകാരം V സമം IR. ഇതിൽ നിന്നും I ഹരിക്കണം V എന്നത് 1/R എന്ന് നമുക്ക് എഴുതാം. ഒരു ഗ്രാഫിന്റെ ചെരിവ് എന്നത് Y ആക്സിസ് വിലയെ X ആക്സിസ് വില കൊണ്ട് ഹരിക്കുന്നതാണ്. ഇവിടെ Y ആക്സിസിലെ കറന്റിനെ X ആക്സിസിലെ വോൾട്ടേജ് കൊണ്ട് ഹരിക്കുന്നു. അതുകൊണ്ട് ഈ IV ഗ്രാഫിന്റെ ചെരിവ് അഥവാ സ്ലോപ്പ് എന്നത് 1/R എന്നതിന് തുല്യമായിരിക്കും. ഇതിനർത്ഥം ചെരിവും പ്രതിരോധവും വിപരീത അനുപാതത്തിലാണ് എന്നാണ്. അതായത് സ്ലോപ്പ് കൂടുന്തോറും പ്രതിരോധം കുറയുന്നു. സ്ലോപ്പ് കുറയുമ്പോൾ പ്രതിരോധം കൂടുന്നു. ഘട്ടം 1. നമുക്ക് ഈ 3 വരകളുടെയും ചെരിവുകൾ ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം. ഏറ്റവും കുത്തനെയുള്ള വര R1-ന്റേതാണ്. അതുകൊണ്ട് R1-ന്റെ സ്ലോപ്പ് വലുതാണ്. R2-വിന്റെ സ്ലോപ്പ് വലുതാണ് R3-യുടെ സ്ലോപ്പ്. R3 ആണ് ഏറ്റവും ചെരിവ് കുറഞ്ഞ വര. ഘട്ടം 2. ഇനി ഇതിൽ നിന്നും പ്രതിരോധങ്ങളുടെ ക്രമം കണ്ടുപിടിക്കാം. ചെരിവും പ്രതിരോധവും വിപരീത അനുപാതത്തിൽ ആയതുകൊണ്ട് നമ്മൾ ഈ ക്രമം നേരെ തിരിച്ച് എഴുതുന്നു. അപ്പോൾ R1 ചെറുതാണ്. R2 ചെറുതാണ് R3. ഓപ്ഷനുകളുമായി ഒത്തുനോക്കാൻ വലിയതിൽ നിന്നും ചെറിയതിലേക്ക് എന്ന ക്രമത്തിൽ ഇതിനെ മാറ്റിയെഴുതാം. ഏറ്റവും വലുത് R3 ആണ്. അതുകൊണ്ട് R3 വലുതാണ്. R2 വലുതാണ് R1. നമ്മുടെ ഓപ്ഷനുകൾ പരിശോധിച്ചാൽ ഇത് ഓപ്ഷൻ സിയുമായി കൃത്യമായി ചേരുന്നുണ്ട്. അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. നമുക്കത് അടയാളപ്പെടുത്താം. വളരെ നന്നായിരിക്കുന്നു. Y ആക്സിസിൽ വോൾട്ടേജ് ആണെങ്കിൽ സ്ലോപ്പ് R ആയിരിക്കും, കറന്റ് ആണെങ്കിൽ സ്ലോപ്പ് 1/R ആയിരിക്കും. ഇത് എപ്പോഴും ഓർക്കുക. ഹാപ്പി ലേണിംഗ്.